വിഷ്ണുപുരം ചന്ദ്രശേഖരൻ കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട്. എന്താണ് ചർച്ചയിൽ ഒരു മിനിറ്റ് വിഷ്ണുപുരത്തേക്ക് പോകുന്നതിന് മുമ്പ് മാറ്റിവെക്കും. വിഷ്ണുപുരത്തിന്റെ പ്രതികരണം. ഓക്കെ, ശരി. ശ്രീ ആൻസി എം എൽ എ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ എം എൽ എ, ബഹുമാനപ്പെട്ട എം എൽ എ തുടരണം. ശ്രീ സമയം കൊടുക്കും. എന്നത്തേനാണ് ചർച്ച നടന്നത്? അല്ല, അത് ആ സമയം ഇനിയിപ്പോൾ ഉത്തരവ് കയ്യിൽ കിട്ടുമ്പോൾ അറിയാം. ഇതിപ്പോ എന്താ പോലീസ് എന്താ പറഞ്ഞു നിങ്ങളോട്? എന്താണ്? അല്ല, കുടുംബത്തിന്റെ നമ്മുടെ ആവശ്യം അവർക്ക് സമയം കൊടുക്കണമെന്നാണല്ലോ. ഇത് എടുക്കുന്നതിന് സമയം കൊടുക്കണം. അവർക്ക് നിയമപരമായിട്ട് കത്ത് കൊടുക്കണം. അവർ ഹൈക്കോടതി പോകും. കോടതിയിൽ പോയിട്ട് എന്താണോ കോടതി തീരുമാനിക്കുന്നത് അതുപോലെ നടക്കട്ടെ. ഇനി ഏതായാലും ഇപ്പോൾ നിലവിൽ ഈ വരുന്ന ദിവസങ്ങളിലേക്ക് നിർത്തിവെച്ചു എന്നാണോ ഈ പറയുന്ന കല്ലറ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട്? ഇന്നിന് മുമ്പോട്ട് പോകുന്നില്ല. അടുത്ത ഉത്തരവിൽ നാളെയാണോ എന്നാണ് ഡേറ്റ് ഇടണമെന്ന് അറിയില്ല. അതിനെ അറിയാം. അപ്പോൾ നിങ്ങൾ ഉയർത്തിയ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ആവശ്യം ഇത് തന്നെയാണ്. അത് ഒരു ഡേറ്റ് അവർക്കൊരു നോട്ടീസ് കൊടുക്കണം. ഇന്ന ദിവസം ഞങ്ങൾ ഈ സമാധി പൊളിക്കുകയാണ് എന്ന് പറഞ്ഞൊരു നോട്ടീസ് തരണം. അതാണ് നമ്മൾ ആവശ്യം. അപ്പോൾ അത് ആദ്യ ഉത്തരവായിട്ട് തന്നെ തരാമെന്നും പറഞ്ഞു. അങ്ങനെ ഉത്തരവായിട്ട് തന്നാൽ എന്താണ് അതിൻ്റെ അകത്ത്? അത് നിയമപരമായിട്ട് നേരിടാമല്ലോ. സമാധിയായിട്ട് കണ്ട് നേരിടാമല്ലോ. ഇപ്പോൾ ഇതിനു മുമ്പ് താങ്കൾക്ക് ഈ പറയുന്ന ഗോപൻ എന്ന വ്യക്തിയെ നേരിട്ട് അറിയാവുന്ന ആളാണോ? എങ്ങനെയാണ് അദ്ദേഹത്തെ പരിചയം? ഗോപന് 30 വർഷം മുമ്പ് അയാൾ ഒരു INTC തൊഴിലാളിയായിരുന്നു. അത് കഴിഞ്ഞാൽ BMS കാരനായിരുന്നു. ആ സമയത്ത് ഈ നെയ്യാറ്റിൻകര DSP അവിടെ വെച്ച് വെട്ടുന്നു. ആ സമയത്ത് അത് ഒരു കമ്മ്യൂണൽ പ്രശ്നമായിരുന്നു. നെയ്യാറ്റിൻകര ഇരുന്ന DSP രാജശേഖരൻ നായർ. ആ സമയത്ത് ഇയാൾ പ്രതിയായി 28 ദിവസം ജയിലിൽ കിടന്നു. ഇപ്പോഴേ സ്വാമിയാണ്. എനിക്ക് ആ കാലം മുതലേ അറിയാം. സ്വാമിയാണ്. അത് നല്ലൊരു ഭക്തനാണ്. വൈകുണ്ഠസ്വാമിയുടെ ആശ്രമത്തിൽ മരുത്തോമലയിൽ അദ്ദേഹത്തിന് ആശ്രമം ഉണ്ടായിരുന്നു. എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പാവമാണ്, സാധുവാണ്, ഒന്നുമില്ലാത്ത ആൾ. എന്നാലും ഇപ്പോഴും ഈ പരാതി കൊടുക്കുന്നവർ പറയുന്നൊരു പ്രധാനപ്പെട്ട നിയമ പ്രശ്നമെന്ന് പറയുന്നത് ഇദ്ദേഹത്തെ കാണാൻ ഇല്ല, അല്ലെങ്കിൽ ഈ ഒരു ദുരൂഹത ഇപ്പോഴും ഞാനിവിടുത്തുകാരനാണ്. അവിടെ പരാതി പറഞ്ഞു വന്നവരെല്ലാം വഴിമുക്കിയുള്ളവരാണ്. അത് പ്രത്യേക ഒരു വിഭാഗം ആളുകളാണ്. അവർക്ക് ഇദ്ദേഹം അവിടെ ഒരു ശിവക്ഷേത്രം വെച്ചതിന് ഒട്ടും യോജിപ്പില്ല. അവിടെ ആ പ്രദേശത്ത് ഇയാൾ മാത്രമേ ഉള്ളൂ. അത് ഒരു വിഭാഗം വഴിമുക്കുന്ന വന്നിട്ട് അവരുടെ മതത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിന് പകരം ഇതിനൊരു സമയം കൊടുക്കാനും സംഘർഷം ഉണ്ടാക്കാനല്ലേ ഇരിക്കണം. അല്ലാതെ വേറെ ആർക്കും അങ്ങനെ അഭിപ്രായം. ശരി, വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ പ്രതികരണമാണ് കേട്ടത്.